ചിറ്റപ്പം വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ അല്ലാതെ. എടുക്കുമോളെ. ആ എടീ, സർവേശ്വരൻ ചില സമയത്ത് ചില കളികളൊക്കെ കളിക്കും. സംഗതി എല്ലാവർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടൊക്കെയാണ് സംഭവിക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ച് ഗുണം മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാടി നിന്റെ ചിറ്റപ്പ സന്തോഷിക്കാതിരിക്കുന്നത്? വളച്ചു കേട്ടാതെ കാര്യം പറ ചിറ്റപ്പ. എടി, എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ആ എടി, ACP ചന്ദ്രബോസ് വീണ്ടും സർവീസിലേക്ക്. എന്താ മോളത്? ചിറ്റപ്പ സന്തോഷത്തിൽ കൊണ്ടുവന്നല്ലേ? സന്തോഷം ചിറ്റപ്പന് മാത്രം മതിയോ? എനിക്ക് വേണ്ടേ? എനിക്ക് സന്തോഷം കിട്ടാത്തതുകൊണ്ട് മാനസികമായി ചിറ്റപ്പന്റെ സന്തോഷത്തിൽ എനിക്ക് പങ്കുകൊള്ളാൻ പറ്റുന്നില്ല. എടി, അങ്ങനെ മോക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ അത് ചിറ്റപ്പനെ അറിയണ്ടേ? പിന്നെ ഓർക്കും, ലഹരി ഇപ്പൊ അവനൊരു മണവാട്ടിയാ. ആ മണവാട്ടിയുടെ കൈകൊണ്ട് തന്നെ അവനൊരു സുഖനിദ്രയും. ശത്രുക്കള് തകരുമ്പോ ചിറ്റപ്പന്റെ കണ്ണി കാണുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാ. നേടി ജയിച്ചേന്റെ ഒരു അഹങ്കാരം. ഒരു മിനിറ്റ്. മോളെ, നീ ഇത് കഴിക്ക്, എന്നിട്ട് കാര്യങ്ങൾ പറയാം. സത്യഭാമയുടെ ചാവടിയന്തരത്തിന്റെ വകയിരുത്താനാണോ ചിറ്റപ്പ? ഇനിയും എന്ത് ചാവല്? എടി, അവരിപ്പോ ചാവാതെ ചത്തുകൊണ്ടിരിക്കുക. ആകെ ഉണ്ടായിരുന്ന മന്ദരിയും ഇപ്പോ കാഴ്ചവട്ടിൽ നിന്ന് ഒലിച്ചു പോകും. എടി, ഒന്ന് കൈയെത്തിച്ച് പിടിച്ചു നിൽക്കാൻ സഹായത്തിന് മക്കളും മരുമക്കളും കൂടി ഇല്ലാത്തൊരവസ്ഥ വന്നാലോ? അതാ ഇപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അടിച്ചിറക്കി ശാലിനെയും വിഷ്ണുവിനെയും പിന്നെ ആ കൊച്ചിനെ അടക്കം തെരുവിലേക്ക് ഇറക്കിയെന്ന്. എടി, അതിന് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? നമ്മുടെ പദ്ധതികളെല്ലാം 100% വിജയിച്ചതിന്റെ ഒരു സന്തോഷം. അതാണ് ഈ ലഡുവിന്റെ രൂപത്തിൽ മോളുടെ കയ്യിലിരിക്കുന്നത്. ഇതെന്ത് വിജയ ചിറ്റപ്പ? ഇതിപ്പോ വിജയിച്ചത് ശാലിനിയും വിഷ്ണു അല്ലേ? പരാജയപ്പെട്ടത് സത്യഭാമയും നമ്മളും. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ശാലിനിയും വിഷ്ണു ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ മുഖ്യ അജണ്ട. അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ അവരെ ഒരു ശക്തിക്കും പരാജയ ഭാമേ, നമ്മളിനി രക്ഷപ്പെടാൻ മറ്റൊരു വഴി മുന്നിൽ തെളിയുന്നില്ലല്ലേ? അച്ഛാ, ഗുളിക കൊണ്ടുപോയിക്കോ. അതൊക്കെ ഇതൊക്കെ കഴിച്ച് ആയുസ്സും ആരോഗ്യം നിലനിർത്തിയിട്ട് എന്താ കാര്യം? ഇവിടെ നിറങ്ങുന്നതിന് മുമ്പ്
ജീവനെന്ന് പോയാ അത്രയും നന്ന്. എടേ ശ്യാമേ, എത്രയായി? 80. എടേ ശ്യാമേ, ഇറങ്ങി വാടേ. ഇറങ്ങി വാടേ ഇങ്ങോട്ട്. എടേ ശ്യാമ, ഇങ്ങോട്ട് ഇറങ്ങി വാടേ. അത് രോഹിത്തിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? ഇവനെന്തിനെ പുറത്തു നിന്നോണ്ട് ഇങ്ങനെ ഒച്ച എടുക്കുന്നത്? എന്നെ ഒരു പടുകുഴി തള്ളിയിട്ടിട്ട് നീ അകത്ത് കയറി ഓടിച്ചിരിക്കാനോടെ. ഇറങ്ങി വാടേ ഇങ്ങോട്ട്. എല്ലാരും ഉണ്ടല്ലോ. ആ, നന്നായി.